വോട്ട് പെട്ടിയിലേക്ക് സ്വാഗതം. 77-ലെ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമായാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ആ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച നേതാവാണ് രാജ് നാരായൺ. അന്ന് ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ രാജ് നാരായൺ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയെ വീഴ്ത്താൻ ചരടുവലിച്ചു. ചരൺ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ടായി. പിന്നീട് രാജ് നാരായണൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടത്. 80-ലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആന്റണി കോൺഗ്രസ്, CPI, CPM, RSP, കേരള കോൺഗ്രസ്, മാണി എല്ലാം ഒരു പക്ഷത്തായിരുന്നു. മറുപക്ഷത്താകട്ടെ കോൺഗ്രസ് ഐയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മാത്രം. ഒറ്റ നോട്ടത്തിൽ തികച്ചും ദുർബലമായ ഒരു മുന്നണി. തോൽക്കുമെന്നുറപ്പുള്ള ഒരു ടീം വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന പോലെയായിരുന്നു അന്ന് ഐക്യമുന്നണിയുടെ പ്രകടനം. പക്ഷേ ഫലം വന്നപ്പോൾ മുന്നണി നേതാവ് കരുണാകരൻ പോലും ഞെട്ടിപ്പോയി. എല്ലാ ജാതി സമവാക്യങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മികച്ച വിജയമാണ് അന്ന് ഐക്യമുന്നണി കരസ്ഥമാക്കിയത്. കൊല്ലത്ത് RSPയുടെയും കേരള രാഷ്ട്രീയത്തിന്റെയും ശക്തനായ നേതാവ് N. ശ്രീകണ്ഠൻ നായർ പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് CPIയുടെ നേതാവ് MN ഗോവിന്ദൻ നായരായിരുന്നെങ്കിലും പരാജയപ്പെട്ടു. യുവനേതാവ് നീലലോഹിതദാസ നാടാരോടാണ് MN പരാജയപ്പെട്ടത്. കൊല്ലത്ത് താരതമ്യേന അപ്രസക്തനായ BK നായരോട് N. ശ്രീകണ്ഠൻ നായരും പരാജയപ്പെട്ടു. ചിറയിൻകീഴിൽ കോൺഗ്രസ് നേതാവ് AA റഹീം ആന്റണി വിഭാഗത്തിലെ വയലാർ രവിയെ തോൽപ്പിച്ചു. ഇന്നത്തെ MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിന്റെ ഭാര്യ പിതാവാണ് AA റഹീം. പൊന്നാനിയിൽ ആര്യാടൻ മുഹമ്മദ് GM ബനാത്തുവാലയോടും മഞ്ചേരിയിൽ അഖിലേന്ത്യാ ലീഗിലെ മൊയ്തീൻ കുട്ടി എന്ന ബാവഹാജി സുലൈമാൻ സേട്ടിനോടും തോറ്റു. വടകരയിൽ കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ആന്റണി കോൺഗ്രസിലെ P. ഉണ്ണികൃഷ്ണനും, കോഴിക്കോട് ജനതാ പാർട്ടി നേതാവ് അരങ്ങൽ ശ്രീധരനെ CPMലെ EK ഇമ്പിച്ചി ബാവയും പരാജയപ്പെടുത്തി. വോട്ടുവെട്ടി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.